എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ. പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല. എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക. വീഡിയോ ഉപകാരപ്രദമാണ്, മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. വദനസുരതം സ്ത്രീകൾക്ക് നല്ലതോ? ഈ വിഷയമാണ് ഇന്ന് നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത്. വദനസുരതം ചെയ്യുന്ന സ്ത്രീകൾ പേടിക്കേണ്ട കാര്യമില്ലെന്നാണ് ശാസ്ത്രജ്ഞന്മാരുടെ പഠനം തെളിയിക്കുന്നത്. കൂടുതൽ ചുറുചുറുക്കോടെ ജോലികൾ ചെയ്യാനും വിഷാദ രോഗത്തിന്റെ പിടിയിലകപ്പെടാതിരിക്കുവാനും ഇത് നല്ല ഔഷധമാണെന്നാണ് ഗവേഷകർ കണ്ടെത്തിയത്. സാധാരണ സെക്സിൽ ഏർപ്പെടുന്നവരെയും ഓറൽ സെക്സിൽ ഏർപ്പെടുന്നവരെയും പ്രത്യേകമായി പഠിച്ചാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയത്. വദനസുരതം എന്നത് ഇക്കാലത്ത് യുവാക്കൾക്കിടയിൽ ഒരു ഫാഷനായി മാറിയിരിക്കുകയാണ്. ചിലരെങ്കിലും ഇതിനെ പ്രകൃതി വിരുദ്ധ ലൈംഗിക ബന്ധമായും കാണുന്നുണ്ട്. എന്നാൽ അത്തരമൊരു കുറ്റബോധത്തിന്റെ ആവശ്യമില്ല എന്നാണ് പുതിയ കണ്ടെത്തലുകൾ. വദനസുരതം ഭൂരിഭാഗം പേർക്കും ഏറെ ലൈംഗിക സംതൃപ്തി നൽകുന്നുണ്ട്. കൂടാതെ ഇത് വന്യമായ ഒരു ലൈംഗിക തൃഷ്ണയുടെ സാക്ഷാത്കാരം കൂടിയാണ്. എങ്കിലും വദനസുരതത്തിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. തൻ്റെ പങ്കാളിയുടെ പൂർണ്ണ പിന്തുണ ഇതിനാവശ്യമാണ്, പൂർണ്ണ സഹകരണവും. ചില പങ്കാളികൾക്ക് വദനസുരതത്തോട് ഭയമോ അല്ലെങ്കിൽ അറപ്പോ ആയിരിക്കും. ഇത്തരക്കാരുടെ ഭയമോ അറപ്പും മാറ്റാതെ വദനസുരതത്തിനായി മുൻകൈ എടുക്കുന്നത് നല്ല പ്രവണതയല്ല. ഇത് നിങ്ങളോട് പിന്നീടുള്ള ലൈംഗിക ബന്ധത്തിനെ തന്നെ താറുമാറാക്കുന്നു. അതിനാൽ വദനസുരതത്തിന് താല്പര്യത്തോടെ മാത്രം മുന്നിടുക. വദനസുരതത്തിനായി സമയമെടുത്ത് പതിയെ ചെയ്യുക. ഇതിനായി ധൃതി പിടിച്ചാതെ, അതുപോലെ ലൈംഗിക ബന്ധം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇതിനായി ശ്രമിക്കരുത്. ലൈംഗിക ബന്ധത്തിനിടയിൽ മാത്രം ഇതുപോലെ വദനസുരതത്തിനായി സമയം നീക്കിവെക്കുക. തൻ്റെ പങ്കാളിക്ക് ഇതിനായി താല്പര്യമുണ്ടോ എന്നത് ചോദിച്ചറിയുകയും അവരുടെ താല്പര്യത്തിനനുസരിച്ച് മാത്രം കാര്യങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകുകയും ചെയ്യുക. ഹാർഡ് സെക്സ് അല്ലെങ്കിൽ വേദനിപ്പിക്കുന്ന സെക്സ് ഇവ വദനസുരതത്തിൽ ചെയ്യാതിരിക്കുക. കാരണം ആ ഭാഗങ്ങൾ വളരെ സെൻസിറ്റീവാണ്. അതുകൊണ്ട് തന്നെ പതിയെ ഈ ഭാഗങ്ങളിൽ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ചു മാത്രം ചെയ്യുക. അപ്പോൾ വദനസുരതത്തിൽ ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. മാത്രവുമല്ല, പ്രൈവറ്റ് പാർട്ടിൽ മറ്റ് അണുബാധ പോലെയുള്ളവർ ഇതിൽ നിന്ന് പൂർണ്ണമായി വിട്ടുനിൽക്കുക. പങ്കാളികൾക്കിടയിൽ ഒരാൾക്കെങ്കിലും ഇത്തരം അസുഖങ്ങൾ ഉള്ളവരാണെങ്കിൽ വദനസുരതത്തിൽ നിന്ന് പൂർണ്ണമായി വിട്ടുനിൽക്കുന്നതായിരിക്കും അഭികാമ്യം. അതുപോലെ പെട്ടെന്ന് തന്നെ സെക്സ് രോഗങ്ങൾ പകരാനും വദനസുരതത്തിലൂടെ പകരുന്നതാണ്. അതിനാൽ സെക്സ് രോഗങ്ങൾ മറ്റൊന്നുമില്ല, ശാരീരികമായി എല്ലാ കാര്യങ്ങൾ കൊണ്ടും ഓക്കെ ആയവരും മാത്രം വദനസുരതത്തിൽ ഏർപ്പെടുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനമെന്ന് കരുതുന്നു. ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ബൈ.